ഇന്ന് ഞാൻ കുറച്ച് കല്ലുമായിട്ടാണ് വന്നിട്ടുള്ളത് ക്രാഫ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ട് അതിലേക്ക് ബ്ലൂ കളർ പെയിൻറ് അടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ കല്ലുകൾ അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഗ്ലൂ ഗണ്ണ് വെച്ചാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഗ്ലൂ ഗണ്ണ് തന്നെ വെച്ച് ഒരു വാട്ടറിൻ്റെ തീമിൽ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും എന്താണ് ഞാൻ ഉണ്ടാക്കാൻ പോണതെന്ന്. ഇന്നൊരു പോണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പോണ്ടാകുമ്പോൾ നമുക്ക് താമരയൊക്കെ വേണ്ടേ ഫസ്റ്റ്. അപ്പോൾ താമര ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. ക്ലേനെ ഇതേപോലെ റൗണ്ട് ഷേപ്പാക്കി മാറ്റുന്നുണ്ട് ഫസ്റ്റ്. എന്നിട്ട് ആ പെറ്റൽസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിനെ ഈ ഒരു ഷേപ്പിലേക്ക് മാറ്റിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് അതിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പെറ്റൽസിൻ്റെ ഷേപ്പിലോട്ട് മാറും. പെറ്റൽസൊക്കെ ഇതേപോലെ ചെറുതായിട്ട് അടുക്കി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു താമര നമുക്ക് റെഡിയായി കിട്ടും. പിന്നെ അതിൻ്റെ നടുക്കായിട്ട് മഞ്ഞ ക്ലേ എടുത്തിട്ട് ചെറുതായിട്ടൊരു റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ ചെറിയ ഒരു 4 താമര ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് താമര ഇലയാണ് ഉണ്ടാക്കേണ്ടത്. താമര ഇല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പച്ച ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. അതിന് ഫസ്റ്റ് ഒന്ന് റൗണ്ടായിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം അതിനെ താമര ഇലയുടെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ നടുക്കത്തെ ഭാഗം. വല്ലഭനെ പുല്ലുമായതെന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ ഇന്നത്തെ എൻ്റെ ആയുധം പിന്നാണ്. പിന്നെ വെച്ച് ഇതേപോലെ ലൈൻസ് കൂടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം ഇലകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഒരു തവളയെ കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് തവളയാണ്, നിങ്ങളൊന്ന് വിശ്വസിക്കണം. ഇനി ഇതിനെല്ലാം നമുക്ക് ഗ്ലൂ വെച്ച് ഇതിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചധികം സമയമെടുത്താണ് ഈ ക്രാഫ്റ്റ് ഫിനിഷ് ചെയ്തത്. എന്നാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്കിതിൻ്റെ വീഡിയോ എടുത്തിട്ട് മതിയായില്ലായിരുന്നു. ഞാൻ ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്രാഫ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന അടുത്തുള്ള ഒരു ക്രാഫ്റ്റ് ആയിരുന്നു. എത്ര എഫേർട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാലും എനിക്കങ്ങനെ ലൈക്കും കമൻറ്റുകളൊന്നും വരാറില്ല. എന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.